ഇത്തവണ UDFന് മികച്ച വിജയം ഉണ്ടാകും. 10 വർഷക്കാലം ജനങ്ങളെ സർക്കാർ വഞ്ചിക്കുകയായിരുന്നു. അടിമുടി അഴിമതിയാണ് സർക്കാരിൽ ഉണ്ടായിരുന്നത്. ഇതിനുള്ള മറുപടി ജനങ്ങൾ നൽകുമെന്നും വിജയിക്കുമെന്ന് ജോസ് കെ മാണി അടക്കമുള്ളവർക്ക് ദിവാസ്വപ്നം കാണാമെന്നും ഫ്രാൻസിസ് ജോർജ് പാലായിൽ പ്രതികരിച്ചു. 100 സീറ്റിലധികം കൂടി ഈ തെരഞ്ഞെടുപ്പിൽ ഒരു തമ്പിങ് മെജോറിറ്റി അത് നേടി, യാതൊരു സംശയക്കാർക്കില്ല. എവിടെ നോക്കിയാലും നമുക്ക് അങ്ങനെയുള്ളൊരു തരംഗം, ഒരു ട്രെൻഡ് തീർച്ചയായിട്ടും കാണാനാണ്. കാരണം കഴിഞ്ഞ 10 വർഷക്കാലത്തെ ദുർഭരണം അത് അവസാനിക്കണമെന്നാണ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുണ്ട്. ഈ ഗവൺമെൻറ് അടിമുടി അഴിമതിയായി. ഈ മുന്നണി, ഈ സംവിധാനം, ഇടതുമുന്നണി ഗവൺമെൻറ്റും 10 വർഷക്കാലം കേരളത്തിലെ ജനങ്ങളെ വഞ്ചിക്കുകയായിരുന്നു എന്നുള്ളതാണ്. അതിനെതിരെയുള്ളൊരു വിധിത്തീർപ്പ് തീർച്ചയായിട്ടും വളരെ ശക്തമായിട്ട് ഈ തെരഞ്ഞെടുപ്പിലുണ്ടാകും. കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഐക്യജനാധിപത്യ മുന്നണി നല്ല രീതിയിൽ വിജയിച്ചു വരാനുള്ള സാധ്യതകളുണ്ട്. ഇവിടെ പാലാ ഉൾപ്പെടെ, കടുത്തുരുത്തി ഉൾപ്പെടെ, നമ്മുടെ കോട്ടയം ജില്ലയിൽ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഐക്യജനാധിപത്യ മുന്നണി നല്ല രീതിയിൽ ഇതിൽ കമ്മണത്തിൽ ഫ്ലൈങ് കളേഴ്സ് ഉണ്ടാകുമെന്നാണ് യുവാസ്വപ്നം കാണാൻ ആർക്കും അവകാശമുണ്ട്. ശ്രീ ജോസ് കെ മാണിക്കോ അല്ലെങ്കിൽ ശ്രീ പിണറായി വിജയനോ ആർക്ക് വേണമെങ്കിലും അങ്ങനെയുള്ള ആഗ്രഹം പ്രകടിപ്പിക്കാൻ സ്വാഭാവികമാണ്. അതിനൊന്നും നമ്മളാരും തെറ്റ് പറയുന്നില്ല. പക്ഷേ വോട്ടെണ്ണി കഴിയുമ്പോൾ മെയ് 4 വോട്ടെണ്ണി പൂർത്തിയായി കഴിയുമ്പോൾ നമ്മളതിൻ്റെ കൃത്യമായ വിവരം നമ്മളുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു ആശങ്കയുമില്ല. വളരെ കൃത്യമായി ചിട്ടയായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. പുതിയ യാത്രയിൽ ഉടനീളം ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് അഭൂതപൂർവമായിട്ടുള്ള ജനങ്ങളുടെ ആവേശമാണ്. UDF വരണമെന്നുള്ളതാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വോട്ടാക്കി മാറ്റി UDFനെ അനുഗ്രഹിക്കും എന്ന് ഞങ്ങൾ ഉറപ്പുണ്ട്.